ഇതായി കാണുന്ന ഈ ഒരു മരത്തിൻ്റെ ഒരു ബ്ലോക്ക് വെച്ചിട്ടാണ് നമ്മൾ കാറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് നമ്മൾ കാറിൻ്റെ ഒരു ഡ്രോയിങ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. സൈഡ് വ്യൂവും ടോപ്പ് വ്യൂവും നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും നമ്മൾ നോക്കിയിട്ട് വേണം നമുക്ക് വരയ്ക്കാനായിട്ട്. നമ്മുടെ ബ്ലോക്കിൻ്റെ സൈസിൽ വേണം നമുക്കത് വരച്ചെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ആദ്യം സൈഡ് വ്യൂ വെച്ചിട്ടാണ് നമ്മൾ മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് സൈഡ് വ്യൂ കട്ട് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കാറിൻ്റെ സൈഡ് വ്യൂവിലുള്ള ആ ഒരു ഫോട്ടോ നമ്മൾ നമ്മുടെ ആ വുഡിൻ്റെ സൈഡിൽ വെച്ച് പൊട്ടിക്കുകയോ അല്ലെങ്കിൽ വെറുതെ വെച്ചിട്ടായാലും നമുക്ക് ഔട്ട്ലൈൻ വരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് നമ്മൾ വരച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ സാധനം തന്നെ വെച്ച് നമുക്ക് ഔട്ട്ലൈൻ വരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കാറിൻ്റെ രണ്ട് സൈഡും നമ്മൾ വരച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ടോപ്പ് വ്യൂ ബോട്ടം വ്യൂ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സെക്ഷൻ തന്നെ വെച്ച് നമ്മൾ ടോപ്പ് ഭാഗത്തും താഴെയുള്ള ഭാഗത്തും നമ്മൾ ആ വീലിൻ്റെ സെക്ഷനും നമ്മളിവിടെ വരച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ വുഡിൻ്റെ ഡ്രോയിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നോക്കിയറിയാം നമ്മൾ ഹാക്സോ ബ്ലേഡ് വെച്ചിട്ടാണ് നമ്മളത് കട്ട് ചെയ്യുന്നത്. എക്സ്ട്രാ ആയിട്ട് നമ്മൾ കുറച്ച് ലൈൻസ് മുകളിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് വരുന്ന ഭാഗങ്ങൾ നമുക്ക് അടുത്തതായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുള്ള എക്സ്ട്രാ വരുന്ന ഭാഗങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് പുറകുവശത്തുള്ള ഭാഗവും ഫ്രണ്ടിലെ ബോണറ്റിൻ്റെ ടോപ്പിലത്തെ ഭാഗവും നമുക്ക് ഹാക്സോ ബ്ലേഡ് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാം. നമ്മൾ നോക്കിയാൽ നമ്മുടെ കാറിൻ്റെ പുറകുവശത്തുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ബോണറ്റിൻ്റെ മുകൾ ഭാഗവും നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്യാം. നമ്മുടെ കാറിൻ്റെ ആ ഫ്രണ്ടിലത്തെ ബോണറ്റിൻ്റെ ഭാഗം നമ്മൾ ഹാക്സോ ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ വിൻഡ്ഷീൽഡിൻ്റെ ഭാഗം നമ്മൾ ഒരു ഉളി വെച്ചിട്ട് നമ്മൾ ചെത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ഭാഗം, അതായത് നമുക്ക് ആ ഒരു കാറിൻ്റെ ഷേപ്പ് കറക്റ്റാക്കി കിട്ടാനായിട്ടുള്ള ഭാഗത്തിൽ നമുക്ക് എവിടേക്ക് കൂടുതൽ ഭാഗം മരത്തിൻ്റെ പീസ് നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്കിതുപോലെ ഈ ഒരു ഉളി വെച്ചിട്ട് നമുക്ക് ചെത്തിയെടുത്ത് മാറ്റാം. അടുത്തതായിട്ട് നമ്മൾ കാറിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ആ ഒരു കർവ് ഷേപ്പ് ഉണ്ട്, നമ്മുടെ കാറുകൾക്കെല്ലാം കാണുന്ന പോലെ ആ ഒരു കർവ് ഷേപ്പ് നമ്മൾ നേരത്തെ വരച്ച ഡ്രോയിങ് വെച്ചിട്ട് നമ്മളിവിടെ വരച്ചെടുക്കുകയാണ്. ആ ഒരു കർവ് ഷേപ്പ് ഫ്രണ്ടിലും ബാക്കിലും വരച്ചെടുത്ത് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അടുത്തായിട്ട് നമുക്ക് കാറിൻ്റെ വീല് വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്ത് മാറ്റാനായിട്ട് നമ്മൾ ഡ്രിൽ ബിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഡ്രിൽ ബിറ്റ് വെച്ചിട്ട് നമ്മൾ ആ വീൽ വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റും.
ഇപ്പോൾ നമ്മുടെ കാറിൻ്റെ ഒരു ബേസിക് ഷേപ്പ് നമ്മൾ കൊത്തിയെടുത്ത് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഈ ഗ്രൈൻഡിങ്ങിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു സർഫസ് സ്മൂത്ത് ആക്കി എടുക്കണം. അടുത്തായിട്ട് നമ്മൾ കാറിൻ്റെ വീൽസാണ് ഉണ്ടാക്കുന്നത്. വീൽസ് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ ഒരു മരത്തിൻ്റെ പീസിൽ നിന്ന് നമ്മൾ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഒരു ഡ്രിൽ മെഷീൻ വെച്ചിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒരു വീലിൻ്റെ ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊരു ഡ്രിൽ മെഷീനിലേക്ക് ടൈറ്റ് ആക്കിയിട്ട് വെക്കാം. ഇപ്പോൾ നമ്മുടെ കാറിൻ്റെ വീൽസിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ നമ്മൾ 4 വീൽസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ നമ്മുടെ കാറ് സാൻഡ് പേപ്പർ ഇട്ടിട്ട് നമുക്കൊന്ന് വരച്ച് മിനുസപ്പെടുത്താം. അടുത്തായിട്ട് നമുക്ക് വീൽസ് നമ്മുടെ കാറിനെ പിടിപ്പിക്കാനാണ്. അതിനുവേണ്ടി നമ്മൾ കുടക്കമ്പി നമ്മുടെ എത്രയാണോ വീലിൻ്റെ ഗ്യാപ്പ് എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു പാനയുടെ ഒരു മഷി കഴിഞ്ഞ ഒരു കോഡും എടുത്തിട്ടുണ്ട്. ഈ ഒരു കോഡിൻ്റെ ഒരു കഷ്ണം നമ്മൾ എത്രയാണോ നമ്മുടെ ടയറിൻ്റെ വിട്ട് നമ്മൾ ആ ടയറിൻ്റെ സെൻട്രലിൻ്റെ ഹോള് ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാനയുടെ ഭാഗം വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ വീലിനും നമ്മൾ ആ വീലിൻ്റെ അത്ര വിട്ടിൽ നമ്മൾ ആ ഒരു പാനയുടെ ആ ഒരു ട്യൂബ് അല്ലെങ്കിൽ ആ ഒരു കോഡ് വെച്ചിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. അത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുടക്കമ്പി പിടിപ്പിക്കുന്നത്. കുടക്കമ്പി പിടിപ്പിക്കാനായിട്ട് നമ്മൾ ഫ്ലക്സ് ക്യൂക്ക് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു വീലും നമ്മൾ ആ ഒരു ആക്സിലായിട്ട് വർക്ക് ചെയ്യണം നമ്മുടെ കുടക്കമ്പി നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് ആക്സിലും നമ്മൾ ഉണ്ടാക്കി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ഒരു വണ്ടിയുടെ ബോഡിയിൽ നമുക്ക് ഉറപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു വെട്ട് ഉണ്ടാക്കിയിട്ട് അതിലാണ് നമ്മളിത് പിടിപ്പിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റത്തെ ആ ഒരു ആക്സിൽ എടുത്തിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീൽസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വണ്ടിയുടെ ബോഡിയുമേ തട്ടാതായിരിക്കും, അല്ലെങ്കിൽ അത് സ്റ്റക്ക് ആവും വീല്. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് നമ്മൾ രണ്ട് സൈഡിലെത്തി
ആ ഒരു മാർക്കിങ് എത്രയാണ് വലിപ്പം വേണ്ടതെന്നുണ്ടെങ്കിൽ ആ വലിപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് അവിടെ എന്തെങ്കിലും വെച്ചിട്ട് മുറിച്ച് നമ്മളവിടെ ഒരു ചാല് കീറി വയ്ക്കാം. ഇതിൻ്റെ ഇടയിലേക്ക് നമ്മൾ അടുത്തതായിട്ട് പാനയുടെ ഒഴിഞ്ഞ റീഫില്ല് നമ്മളൊരു ബെയറിങ് പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബെയറിങ് നമ്മൾ റീഫില്ല് നമ്മുടെ ആ ഒരു വെട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്ന രീതിയിൽ വേണം നമ്മളവിടെ വെട്ടുണ്ടാക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ അത് കറക്റ്റാക്കിയിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ രണ്ട് സൈഡുകളും വണ്ടിയുമ്പോൾ തട്ടാത്ത രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കവിടെ ഒട്ടിച്ചു കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ അവസാന വട്ട പോളിഷിങ് അല്ലെങ്കിൽ അവസാന വട്ട സാൻഡിങ് ആണ് നമ്മൾ നടത്തുന്നത്. അതിനുവേണ്ടി നമ്മൾ 220 സൈസിലുള്ള വാട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാൻഡിങ് നടത്തുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ എല്ലാ സൈഡും നമ്മൾ വണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതിൻ്റെ എല്ലാ സൈഡും നമ്മൾ നന്നായിട്ടൊന്ന് ഉരച്ച് മിനുസപ്പെടുത്തുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വീൽസ് നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത് വെച്ചത് ഊരി വെച്ചിട്ടുണ്ട്. നമ്മളതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീൽസ് അതിലേക്ക് തിരിച്ച് പിടിപ്പിക്കുക. നമ്മളിപ്പോൾ എല്ലാ സാൻഡിങ്ങും കംപ്ലീറ്റ് ആയി. അവസാനത്തെ ആ ഒരു ഫൈൻ സാൻഡിങ്ങും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ കാറിൻ്റെ വിൻഷീൽഡ്, അതേപോലെ തന്നെ സൈഡിലത്തെ ആ ഒരു ഡോറ്, അങ്ങനെയുള്ള ഭാഗങ്ങൾ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. അത് വരച്ചതിന് ശേഷം നമ്മൾ ഒരു നൈഫ് യൂസ് ചെയ്തിട്ട് നമ്മൾ കാർവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കത് ഉളി ഉണ്ടെങ്കിൽ ഉളി വെച്ചടിച്ച് നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് എടുക്കാം. അതല്ലെങ്കിൽ നമുക്കിതുപോലത്തെ ഒരു നൈഫ് വെച്ചിട്ട് ആ നൈഫ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ കാർവ് ചെയ്തെടുക്കാം. നമ്മുടെ കാറിൻ്റെ എല്ലാ സൈഡിലും നമ്മൾ ആ ഒരു കാർവിങ് കൊടുത്തിട്ടുണ്ട്. വിൻഷീൽഡും ഹെഡ്ലൈറ്റും ബമ്പറും എല്ലാ കാര്യങ്ങളും നമ്മൾ കാർവ് ചെയ്തിട്ട് കൊടുത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ വിൻഷീൽഡ് അല്ലെങ്കിൽ ഗ്ലാസ് വരുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവസാനമായിട്ട് ഉണ്ടാക്കാനുള്ളത് 2 റിവ്യൂ മിററുകളാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളതൊരു മരത്തിൻ്റെ ഒരു പീസിൽ നമ്മൾ വരച്ചെടുത്തിട്ട് അത് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഏത് ആംഗിളിലാണ് വെക്കുന്നതെന്ന് നോക്കിയിട്ട് അത് നമുക്ക് നമ്മുടെ കാറിൻ്റെ 2 സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിവിടെ ഒട്ടിക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലെക്സ് കുക്ക് വെച്ചിട്ടാണ് നമ്മളിവിടെ ഒട്ടിക്കുന്നത്. അതിന് ശേഷം അതിൻ്റെ കീഴെ നമ്മൾ കുറച്ച് മരത്തിൻ്റെ പൊടി വെച്ചിട്ട് നമ്മൾ വീണ്ടും ഫ്ലെക്സ് കുക്ക് വെച്ച് അപ്ലൈ ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ മുകളിൽ സ്ലീക്ക്, എക്സ്റ്റീരിയർ ടോപ്പ് കോട്ട് സ്ലീക്കാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മരത്തിന് കുറച്ചുകൂടി ഗ്ലേസിങ് കിട്ടും. നമ്മുടെ ആ മിററിൻ്റെ മുകളിൽ അടക്കമാണ് നമ്മൾ ടോപ്പ് ഫുള്ളായിട്ടാണ് നമ്മൾ ഈ ഒരു സ്ലീക്ക് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇതേ സ്ലീക്ക് തന്നെ നമുക്ക് വീൽസിലും അപ്ലൈ ചെയ്ത് വയ്ക്കാം. നമ്മൾ അപ്ലൈ ചെയ്ത സ്ലീക്കെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ 2 കോട്ട് സ്ലീക്ക് അടിച്ചിട്ടുണ്ട്. അതുപോലെ വീൽസിലും നമ്മൾ സ്ലീക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കത് നമ്മുടെ ആ ഒരു കാറിലേക്ക്, വീൽസ് എല്ലാം നമുക്ക് കാറിലേക്ക് ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധാരണ ചെയ്ത പോലെ ആദ്യം തന്നെ നമ്മൾ ഒരു പീസ് ആക്സിൽ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടിട്ട് അവിടെ നമ്മൾ വീണ്ടും പശയൊക്കെ വെച്ച് നമ്മൾ ആ വീൽസ് അതേപോലെ ഉറപ്പിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.